Hello friends, welcome back to my channel. ഇത് ഞാൻ 140 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഒരു നൈറ്റിയുടെ മെറ്റീരിയൽ ആണ്. കോട്ടൺ ഫാബ്രിക് ആണിത്. നല്ല നീളത്തിലുള്ള ഫാബ്രിക് ആണ്. അപ്പോൾ ഈ ഫാബ്രിക് എങ്ങനെയാണ് ഫോൾഡ് ചെയ്തിടേണ്ടതെന്ന് പേപ്പറിൽ ഒന്ന് കാണിക്കാം. ഇത് ഇങ്ങനെ നീളത്തിൽ ഫോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്തിരിക്കുന്ന എൻഡ്സ് ആണ്. ഇത് താഴത്തെ എൻഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇവിടെ ഷോൾഡർ നെക്കിൻ്റെ മാർക്കിംഗ് ഒക്കെ കൊടുക്കാം. ഈ XXL നൈറ്റിയുടെ മെഷർമെൻറ്റ്സ് എടുത്തിട്ടാണ് നമ്മൾ അടുത്തൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നെക്ക് വിഡ്ത്തും നെക്ക് ഡെപ്ത്തും ഷോൾഡർ ലെങ്ത്തും എല്ലാം സെയിം തന്നെയാണ് എടുക്കുന്നത്. ഷേപ്പൊന്നും ചെയ്തിട്ടില്ലാത്തൊരു നൈറ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഞാൻ ലെങ്ത് ഒന്ന് നോക്കുകയാണ്. ലെങ്ത് നോക്കുമ്പോൾ ഒരിക്കലും സ്ലീവ്സ് ജോയിൻ ചെയ്തിരിക്കുന്ന പാർട്ടിൽ വെച്ചിട്ട് നോക്കരുത്. ഷോൾഡർ ഡ്രോപ്പ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നെക്കിനോട് ചേർന്ന് വരുന്ന പാർട്ടിൽ വെച്ചിട്ട് വേണം ലെങ്ത് നോക്കാനായിട്ട്. ഇവിടെ ഒരു 1/2 ഇഞ്ച് സീം എലവൻസ് വരും ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യുന്നതിൻ്റെ. ഇപ്പോൾ സീം എലവൻസ് ഒന്നും ആഡ് ചെയ്യാതെ ഈ നൈറ്റിയുടെ കറക്റ്റ് ലെങ്ത് ഞാൻ നോക്കുകയാണ്. 55 ഇഞ്ചസ് ആണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ താഴത്തെ എൻ്റെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട സീം എലവൻസും ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യുന്ന സീം എലവൻസും ആഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിരിക്കുന്ന എൻഡിൽ ഒരു ലൈൻ വരച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലൈനിൽ നിന്ന് താഴേക്ക് 1/2 ഇഞ്ച് ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യുന്ന സീം എലവൻസും താഴത്തെ എൻ്റെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 1 ഇഞ്ച് സീം എലവൻസും കൂടെ ആഡ് ചെയ്തിട്ട് 56.5 ഇഞ്ചിലാണ് ഞാൻ ലെങ്ത് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഷോൾഡർ ലെങ്ത്തും നെക്ക് വിഡ്ത്തും ഒന്ന് നോക്കുകയാണ്. ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മുതൽ അടുത്ത സ്ലീവിൻ്റെ ജോയിൻറ്റ് വരുന്ന പാർട്ട് വരെയാണ്. ഇത് ഇപ്പോൾ 16 ഇഞ്ചസ് ഉണ്ട്. അതിൻ്റെ കൂടെ സ്ലീവ്സ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ച് സീം എലവൻസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ടോട്ടൽ 1 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 17 ഇഞ്ചസ് ഉണ്ടാവും. ഈ 17 ഇഞ്ചസിൻ്റെ ഹാഫാണ് നമ്മൾ ഫാബ്രിക്കിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. നെക്ക് വിഡ്ത്ത് എടുക്കുമ്പോൾ നെക്ക് അകന്ന് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ 6.5 ഇഞ്ചസ് ഉണ്ട്. നെക്ക് മടക്കി അടിക്കേണ്ടതാണ്. അപ്പോൾ 0.5 പോവും. 6 ഇഞ്ചസ് മതിയാവും. അപ്പോൾ നമുക്കിവിടെ ഫോൾഡ് ചെയ്തിരിക്കുന്നതിൻ്റെതായിട്ട് ഷോൾഡർ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 17 ഇഞ്ചസ് ഡിവൈഡഡ് ബൈ 2 8.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. നെക്ക് വിഡ്ത്ത് 6 ഇഞ്ചസ് ഡിവൈഡഡ് ബൈ 2 വരുമ്പോൾ 3 ഇഞ്ചസ് ആണ്. അതും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഇവിടുന്ന് താഴേക്ക് ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. നൈറ്റി ആയതുകൊണ്ട് തന്നെ ആം ഹോൾ ലെങ്ത്തും ഷോൾഡർ ലെങ്ത്തും ഒക്കെ കുറച്ചൊന്ന് വലുതായിരിക്കും. ചുരിദാറിൻ്റെ ഒന്നും പോലെ അത്രയ്ക്ക് ടൈറ്റായിട്ടായിരിക്കില്ല ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് ആം ഹോൾ ലെങ്ത്ത് എത്രയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഒരു 1 ഇഞ്ചോളം ഷോൾഡർ ഡ്രോപ്പ് വരുന്നുണ്ട്. കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ 8.5 ഇഞ്ചുണ്ട്. അപ്പോൾ ഷോൾഡർ ഡ്രോപ്പ് വരുന്നതുകൊണ്ട് അതുകൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം 9.5 ഇഞ്ചിൽ ഞാനിവിടെ ആം ഹോൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇനി ഇതൊരു ലൈനാക്കി ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിലായിട്ട് വേണം ആം ഹോൾ കർവ് കൊടുക്കാനായിട്ട്. ഇനി ഇവിടെ ചെസ്റ്റ് ലെങ്ത് എത്രയുണ്ടെന്ന് നോക്കാം. ഈ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഇപ്പോൾ 24 ഇഞ്ചസ് ഉണ്ട്. ചെസ്റ്റ് ലെങ്ത്തും നൈറ്റി ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ലൂസിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ 24 ഇഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹാഫാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. 12 ഇഞ്ചസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം എലവൻസും കൂടി ചേർത്തിട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്ന എൻഡിൽ നിന്ന് 13 ഇഞ്ചസിൽ നമ്മൾ ചെസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. തേർട്ടീൻ ഇഞ്ചസിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി ഈ കോർണറിൽ നിന്ന് ഏകദേശം 1 ഇഞ്ചോളം മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ആം ഹോൾ കർവ് ചെയ്ത് മാർക്ക് ചെയ്യാം. ഈ ആം ഹോൾ ലെങ്ത്തിൻ്റെ ഏകദേശം മിഡിൽ പാർട്ടിൽ നിന്ന് വേണം നമുക്ക് കർവ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ. ഫൈവ് ഇഞ്ചസ് എന്നത് ഇതുപോലെ ഒന്ന് ചെറിയൊരു കർവ് കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഏത് പോയിന്റിലാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേപ്പ് ഇങ്ങനെ വെക്കുക. താഴേക്ക് വരുമ്പോൾ ഇവിടെ 15 ഇഞ്ചസിലാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 15 ഇഞ്ചസിൻ്റെ പോയിന്റിൽ എത്രയാണ് വിഡ്ത്ത് ഉള്ളതെന്ന് നോക്കാം. ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം നോക്കാനായിട്ട്. ഇവിടെ എനിക്ക് 22 ഇഞ്ചസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഹാഫ് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് ആണ് ഇവിടുത്തെ വിട്ടെടുക്കുന്നത്. അപ്പോൾ ഇവിടെ 11 + 1 12 ഇഞ്ചസ് ആണ് വിട്ടെടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ താഴേക്ക് 16 ഇഞ്ചസിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 15 ഇഞ്ചസാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സീം അലവൻസും എല്ലാം കൂടിയൊക്കെ ആഡ് ചെയ്തിട്ട് 16 ഇഞ്ചസിലാണ് ഞാനിവിടെ ഷേപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള പോയിൻ്റ് എടുത്തിരിക്കുന്നത്. ഈ പോയിന്റിൽ നമുക്ക് വിട്ട് വേണ്ടത് 11 ഇഞ്ചസ് ആണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 12 ഇഞ്ചസിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഷേപ്പ് ലെങ്തിൻ്റെ താഴെയായിട്ട് കുറച്ചുകൂടി താഴേക്ക് പോകുമ്പോൾ വിട്ട് കൂടി വരുന്നത് കാണാം. ഏത് പോയിന്റിലാണെന്നൊന്ന് നോക്കാം. ഇവിടെയാണ് ഷേപ്പ് ലെങ്ത് വന്നത്. ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ വിട്ട് കൂടി വരുന്നുണ്ട്. ഏകദേശം 24-25 ഇഞ്ചസിലാണ് വിട്ട് കൂടി വരുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ എത്രയാണ് വിട്ടുള്ളതെന്ന് നോക്കാം. ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ടൊന്ന് നോക്കുക. ഇപ്പോൾ എനിക്കിവിടെ 24 ഇഞ്ചസ് തന്നെയാണുള്ളത്. ചെസ്റ്റ് ലെങ്തിൻ്റെ സെയിം മെഷർമെൻ്റ് ആണ് ഇവിടെയും വരുന്നത്. അപ്പോൾ അതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ മുകളിൽ നിന്ന് താഴേക്ക് 24 ഇഞ്ചസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റിൽ 13 ഇഞ്ചസാണ് വിഡ്ത്ത് വേണ്ടത്. അപ്പോൾ ഫോൾഡ് ചെയ്തിരിക്കുന്ന എൻഡിനായിട്ട് 13 ഇഞ്ചസിൽ മാർക്ക് ചെയ്യാം. താഴേക്ക് പോകുമ്പോൾ ഈ ഫാബ്രിക്കിൻ്റെ ടോട്ടൽ വിഡ്ത്തും എടുക്കുകയാണ്. ഇപ്പോൾ ഈ 3 പോയിൻറ്റ്സും കൂടി ജോയിൻ ചെയ്തെടുക്കണം. ഫാബ്രിക്കിൻ്റെ ടോട്ടൽ വിഡ്ത്ത് വരുന്നത് 34 ഇഞ്ചസ് ആണ്. അപ്പോൾ അത് 2 ഡിവൈഡ് ചെയ്തിട്ട് 17 ഇഞ്ചസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 17 ഇഞ്ചസും താഴേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നൈറ്റിയുടെ താഴത്തെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇത് ഫുള്ളായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വിഡ്ത്ത് കൂടി വരുന്ന രീതിയിൽ താഴേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നെക്ക് ഡെപ്ത് എത്രയാണുള്ളതെന്ന് നോക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത് ഇവിടെ 6 ഇഞ്ചസിലാണ് വരുന്നത്. അപ്പോൾ 6 ഇഞ്ചസ് അതുപോലെ തന്നെ ഞാൻ എടുക്കുകയാണ്. ബാക്ക് നെക്കിന് ഇവിടെ 2.5 ഇഞ്ചസ് ഉണ്ട്. അത് ഞാനിവിടെ 2 ഇഞ്ചസിലാണ് എടുക്കുന്നത്. ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ നെക്ക് ഡെപ്തിൽ വ്യത്യാസമൊന്നും വരില്ല. കാരണം നെക്കിൻ്റെ പാർട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഇവിടെ എത്ര മെഷർമെൻ്റ് ആണോ കിട്ടുന്നത് അതേ സെയിം നമുക്കിവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് 6 ഇഞ്ചസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ചസിൽ ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോക്സ് ആക്കി ജോയിൻ ചെയ്യാം.
ഇപ്പം ഞാൻ ദേ ബോക്സ് ആക്കി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തൊരു യു ഷേപ്പിലുള്ള നെക്കാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ദേ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതുപോലെ കർവ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് ഒരു പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇവിടെ സ്ലീവ് ലെങ്ത് എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഷോൾഡറിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ച് സീം അലവൻസും താഴത്തെ എൻഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ സീം അലവൻസ് ഒന്നും ഇല്ലാതെ ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചസിലാണ് എനിക്ക് കിട്ടുന്നത്. ഇവിടെ താഴത്തെ എൻഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ സീം അലവൻസ് നമുക്ക് ഒഴിവാക്കാം. 8 ഇഞ്ചസിലാണ് ഞാനിപ്പോൾ ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ഈ ലൈൻ വെറുതെ മാർക്ക് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഫോൾഡ് ചെയ്തിരിക്കുന്ന എൻഡോടുകൂടി ചേർത്തിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ആം ഹോൾ എങ്ങനെയാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇത് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ 10.5 ഇഞ്ചുണ്ട്. സ്ലീവിൻ്റെ മുകളിലത്തെ വിഡ്ത്ത് ഇതുപോലെ വെച്ചിട്ടൊന്ന് നോക്കുകയാണ്. ഇവിടെ നിന്ന് മുകളിലത്തെ വിഡ്ത്ത് 9 ഇഞ്ചസ് ആണ്. അപ്പോൾ 9 ഇഞ്ചസിൽ നിന്നും ഒരു 3.5 ഇഞ്ച് വിട്ടിട്ടാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിവിടെ വരുന്നതാണ് സ്ലീവിൻ്റെ മുകളിലത്തെ വിഡ്ത്ത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് മാറ്റി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഈ പോയിൻ്റ് ഇതാണ് മുകളിലത്തേക്ക് നമുക്ക് വരച്ചെടുക്കേണ്ടത്. ഇനി ഇവിടെ സ്ലീവിൻ്റെ താഴത്തെ വിഡ്ത്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ 7 ഇഞ്ചസ് ഉണ്ട്. സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് താഴത്തെ വിഡ്ത്ത് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിരിക്കുന്ന എൻഡിൽ നിന്ന് 8 ഇഞ്ചസിൽ മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് സീം അലവൻസ് ആണ്. ഇനി ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെയും ജോയിൻ ചെയ്യാം. ഇവിടുന്ന് ഏകദേശം മിഡിൽ വരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകണം. ഒരു 3 ഇഞ്ചസോളം സ്ട്രെയിറ്റ് ആയിട്ട് പോവുക. എന്നിട്ട് ഒരു ചെറിയ കർവ് ഇതുപോലെ കൊടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കും. ഇപ്പം ഞാൻ സ്ലീവിന് മാർക്കിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ്സ് കട്ട് ചെയ്യാം. ഇനി ഫസ്റ്റ് ഞാനിവിടെ ലെവലിങ്ങിന് വേണ്ടിയിട്ടൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഷോൾഡറിൻ്റെ പാർട്ടിൽ. ഇപ്പോൾ ഞാൻ അവിടെയാണ് ഫസ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നീട് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇനി സ്ലീവ് കൂടി കട്ട് ചെയ്തെടുക്കാം.
സ്റ്റിച്ചിങ് പാർട്ട് ഞാൻ വേറെ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇൻഷാല്ലാ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. എല്ലാവരും കണ്ടു നോക്കണേ. ഇനി നെക്കിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് അടുത്ത പാർട്ടിൽ കാണിക്കാം ഇൻഷാല്ലാ. താങ്ക് യു.